വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ ഏവെങ്കിലിനെ ആസ്പദമാക്കിയുള്ള വചനപ്രകാശനം. ജീവന്റെ വചനം എപ്രകാരമാണ്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 19-ാം വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു: ഞാൻ ദൈവതിരുസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ നിന്നോട് സംസാരിക്കുവാനും ഈ വചനം നിന്നോട് പറയുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുകയാകുന്നു. മാലാഖമാരുടെ അനിയന്ത്രിതമായ അനവരതമായ ഇടപെടലുകളെ ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യവേദനകള്, ദുഃഖങ്ങൾ ഏറ്റെടുക്കുവാനും ദൈവദർശനം സമർപ്പിക്കുവാനും അത് സ്വീകരിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഫലപ്രാപ്തി കൊടുക്കുവാനും മാലാഖമാർക്ക് കഴിയുമെന്നത്രേ ഇവിടെ സൂചീകരിക്കുന്നത്. പ്രായമുള്ളതായ സക്രിയാവും പ്രായവന്തിയായ എലിസബത്തും അനേക വർഷങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾ കുട്ടികളില്ലാത്തവരാണ്, ദേവാലയത്തിലെ പുരോഹിതനാണ് എൻ്റെ ഭർത്താവെന്ന്. ഈ ദുഃഖത്തിൽ നിന്ന് ഉത്തരം കിട്ടിയത് കാലത്തിന്റെ തികവെങ്കില് സ്വർഗീയ മാലാഖ ദൈവദർശനത്തിൽ നിൽക്കുന്നതായ ഗബ്രിയേൽ തന്നെ ഇറങ്ങി വന്ന് പറയുകയാണ്: സക്കരിയാവേ, നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് വിശ്വസിക്കാതിരുന്ന സക്കരിയാവിനോടത്രേ സ്വർഗീയ മാലാഖ ഗബ്രിയേൽ പറയുന്നത്: ഞാൻ ദൈവതിരുസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ നിന്നോട് സംസാരിക്കുവാനും ഈ വർത്തമാനം നിന്നെ അറിയിക്കുവാനും എത്രേ എന്നെ അയക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, നിന്റെ സകല വഴികൾ നിന്നെ കാക്കേണ്ടതിനായിട്ട് ദൈവം തന്റെ മാലാഖമാരെ അയക്കുമെന്ന്. മാത്രമല്ല, സങ്കീർത്തനം 91:12 പറയുന്നത്, നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം അവൻ നിന്റെ കാലിനെ താങ്ങിക്കൊള്ളുമെന്നാണ് പറയുന്നത്. റെവലേഷൻസ് പറയുന്നത്, വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, സ്വർഗീയ മാലാഖ മനുഷ്യരുടെ പ്രാർത്ഥനകളെല്ലാം ധൂപകലശമായി ദൈവയേശുവിൻ തിരുസന്നിധിയില് സമർപ്പിച്ച് ഉത്തരം ലഭിച്ച് തിരിച്ചു വന്ന് കൊടുക്കുന്നത് അത്രേ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. വീണ്ടും എബ്രായ ലേഖനത്തിൽ സെന്റ് പോൾ പറയുന്നത്, ഓരോ രക്ഷിക്കപ്പെട്ട ആത്മാവിനും ദൈവം തന്റെ മാലാഖമാരെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ 21-ാം നൂറ്റാണ്ടില് ഷീല വാൾസ് എന്ന് പറഞ്ഞ മിഷണറി താൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷി വാസ് അഫക്റ്റഡ് ബൈ ഡിപ്രഷൻ ആൻഡ് PTSD, മാനസിക രോഗിയായി. അന്ന് തന്നെ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ ഷീല വാൾസിനെ അഡ്മിറ്റ് ചെയ്തു. സൂയിസൈഡ് വാച്ചിനായിട്ട് അവിടുത്തെ ജോലിക്കാരണിവാൻ രാത്രിയുടെ നിശബ്ദതയില് തണുത്ത് വിറങ്ങിലിച്ച മുറിയില് തറയിലിരുന്ന് തൻ്റെ തലകൾ തൻ്റെ മടിയിൽ പൂഴ്ത്തിക്കൊണ്ട് കണ്ണുനീരൊഴുക്കിയതായ ഷീല വാൾസ് തൻ്റെ മുറിയുടെ മുന്നില് സൂയിസൈഡ് വാച്ചിന് വേണ്ടിയുള്ളതായ സ്റ്റാഫ് നിൽക്കുകയാണ്. നേരം വെളുക്കുന്ന സമയത്ത് അത്ഭുതകരമായ ഒരു മനുഷ്യൻ കടന്നു വന്നു. വളരെ സൗമ്യനായ മനുഷ്യൻ. അദ്ദേഹം ഷീലയോട് പറഞ്ഞ കാര്യമുണ്ട്: ഷീല, ദ ഷെപ്പേർഡ് നോസ് വേർ ദ ഷീപ്പ് ഈസ്. എന്നിട്ട് ഈ മനുഷ്യൻ തന്റെ കരങ്ങളിൽ സ്റ്റഫ് ചെയ്ത ലാമ്പിനെ ഏൽപ്പിച്ച് കടന്നുപോയി. നേരം വെളുത്തു, ജോലിക്കാർ വന്നു. വാതിൽ തുറന്നപ്പോൾ ഷീല മുറിയിൽ കിടക്കുകയാണ്. എണീപ്പിച്ചു നോക്കിയപ്പോൾ ഫോൾഡഡ് ചെയറിന്റെ കീഴില് സ്റ്റഫ് ചെയ്ത ലാമ്പിനെ കാണുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ മാലാഖ ഷീലയുടെ കടന്നു വന്നു അവളുടെ രോഗത്തിൽ നിന്ന് അവളെ സുഖപ്പെടുത്തി. തലകൾ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന് ഞങ്ങളുടെ കർത്താവും ദൈവമേ, വന്ധ്യയായ എലിസബത്തിന് പൈതലിനെ കൊടുക്കുവാൻ സ്വർഗീയ മാലാഖ ഗബ്രിയേലിനെ നീ അയച്ചുവെങ്കിൽ ഈ വചനം കേൾക്കുന്ന മക്കളിലെല്ലാം അവരുടെ മാലാഖ അവരുടെ പ്രാർത്ഥനകള്
ഭാര്യയുടെ പ്രാർത്ഥനയാകാം, ഭർത്താവിൻ്റെ പ്രാർത്ഥനയാകാം, കുട്ടികളുടെ പ്രാർത്ഥനയാകാം, ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയാകാം, വേദനിക്കുന്ന ജയിലിൽ കിടക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥനയാകാം. അത് മാലാഖ യേശുവിൻ തിരുസന്നിധിയിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് ഉത്തരം നൽകുന്ന നല്ല നാളുകളെ ഞങ്ങൾ ദർശിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ